എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇതേ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പൊ സമയം രാത്രി 9:30 ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴൊന്നും അല്ല വന്നത്, നമ്മൾ വന്നപ്പോൾ 11:45 അല്ലേ ശ്വാസ? ആ 11:45 ഞങ്ങൾ എത്തി. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. ഞങ്ങൾ അവിടുന്ന് 11 മണിയായപ്പോൾ പുറപ്പെട്ടു. 11:45 ഇവിടെ എത്തി. ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഫ്ലഷാണ് നിർത്തി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം മഴയൊന്നും പെയ്യാതെ ഞങ്ങൾ സേഫായിട്ട് എത്തി. ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരുന്തൊട്ടിക്ക് പോയത്. അപ്പോൾ 2 ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പോയത്. 2 ദിവസം എന്ന് പറഞ്ഞാൽ അവർ അവിടെ പോയിരുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, പിറ്റേ ദിവസം തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു തരം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, പിറ്റേ ദിവസം തിരിച്ചു വരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ വരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. പക്ഷേ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നത് സൺഡേ ആണ് കേട്ടോ. അതായത് 7 ദിവസമായി. നാളെ ആകുമ്പോൾ ഒരാഴ്ച കംപ്ലീറ്റ്. ഇപ്പം വീഡിയോ എപ്പോഴാണ് വരാമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല. വരാൻ പറ്റാഞ്ഞെന്ന് പറയാം, നമ്മുടെ സാഹചര്യം അങ്ങനെയായി പോയി. അപ്പം ഇപ്പോഴും അവിടുന്ന് പോരാ, സത്യം പറഞ്ഞാൽ മനസ്സായിട്ട് പോകുന്നതല്ല. കാരണം അവിടെ ചേട്ടായിക്ക് 2 കൈയും അനക്കി ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അപ്പം കുഞ്ഞുങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളൊട്ടെങ്കിൽ വലിയ സഹായമാണെന്നൊന്നുമല്ല, പക്ഷേ ചെറിയ സമയത്ത് ചില സമയത്ത് കുഞ്ഞു കരയുമ്പോൾ ഒന്ന് എടുക്കാനും ഇവളും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും ഒന്നിനും അങ്ങനെ പറ്റത്തില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമായിരുന്നു, നിൽക്കുമായിരുന്നെങ്കിലും. അപ്പം ഇന്നലെ ഞങ്ങൾ പോരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ വന്ന് നാളെ പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചുമ ഇന്ന് തണുപ്പടിച്ച് വന്നതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളിവിടെ ഇങ്ങനെ വാടകയ്ക്കാണെങ്കിലും അപ്പോൾ എന്നാലും നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളിവിടെ അവിടുന്ന് കൊണ്ടുവന്ന കുറേ പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഏത്തയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ മാത്രം കഷ്ടപ്പെട്ട് അവരുണ്ടാക്കി. അപ്പോൾ അവിടെ കൊണ്ടു തന്നതുമാണ്. അപ്പോൾ അത് ചീഞ്ഞു പോവാൻ നമ്മൾ പെട്ടെന്ന് വരാമെന്നുള്ള രീതിയിൽ പോയതുകൊണ്ട് നമ്മൾ അത് കൊണ്ടുപോയില്ലായിരുന്നു. പക്ഷെ അത് ഓർത്തിട്ടൊരു ടെൻഷനായിരുന്നു. കാര്യം കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് വേസ്റ്റായി പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും ഒരു പഴം ചീത്തയായി പോയി, ബാക്കിയൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. അത്രയും പാടോട്ടുണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് അതും വേറെ ഇതൊന്നും ചേർക്കാത്ത നല്ല നീറ്റായിട്ടുള്ള സാധനമാണ്. അതിനെന്താ പറയുക, വാക്ക് കിട്ടണില്ല എനിക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വന്നു. അപ്പോൾ അതൊന്നും പോയിട്ടില്ല, സന്തോഷമായി. പിന്നെ അവിടുത്തെ കാര്യങ്ങളാണ് ഇച്ചിരി പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ എല്ലാം ദൈവതമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് നടക്കും. കൈ മാക്സിമം അനങ്ങാതൊക്കെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ സന്തോഷിച്ചാണ് അവിടെ ചെന്നിട്ട് വീഡിയോ ഒക്കെ ഇട്ട് തന്നാലും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട്. ഇപ്പോൾ സങ്കടം പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും പ്രഹസനാണെന്ന് പറയും. അപ്പോൾ അതൊന്നുമില്ല. ദൈവാനുഗ്രഹം, ഒരുപാട് പേരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും വലിയൊരു തുകയാകുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ലല്ലോ അവരിതിലേക്ക് ഇറങ്ങി തിരിച്ചതാണ്. ഈ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം നമുക്ക് അത് മറ്റൊരാളുടെ വേദന നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് വരുമ്പോൾ മാത്രമേ വേദന നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേദനയുണ്ട് അതെനിക്കറിയാം, അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എത്ര വലിയ തുകയുടെ ആണെങ്കിലും നമ്മൾ നമ്മുടെ അസുഖം മാറ്റാനാണ് നോക്കുന്നതല്ലേ. അപ്പം അതാണ്. അത്രയും പൈസയൊക്കെ മുടക്കി മാറുമെന്ന് തന്നെ വിചാരിക്കുന്നു. പാവം ഒരുപാട് കഷ്ടപ്പെടുന്നു. ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും മാറിക്കിട്ടട്ടെ. കാരണം ഈ ഒരു വേദനയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് നിവൃത്തിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും പോകണം. അടുത്ത ആഴ്ച വീണ്ടും പോകണം. നമ്മുടെ അന്നക്കുഞ്ഞിൻ്റെ അടുത്ത ആഴ്ച വീണ്ടും പോകണം. അന്നക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് പോകണം. അതിൻ്റെ പിറ്റേ മാസം ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ പിറ്റേ മാസം ആവക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ കണ്ടിന്യൂസ് ബർത്ത്ഡേകളുടെ ഒരു മാസമാണ്. അതിൻ്റെ പിറ്റേ മാസം എൻ്റെ ബർത്ത്ഡേ. അത് പിന്നെ മുതുക്കി എന്ന ബർത്ത്ഡേ ആയതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറേ മാസങ്ങൾ. ആവക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആ മാസം തന്നെയാണ് കേട്ടോ മമ്മിയുടെ ബർത്ത്ഡേ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പം ഫുള്ള് നമുക്ക് സത്യം പറഞ്ഞാൽ ആഘോഷിക്കാനാണെങ്കിൽ ഫങ്ഷൻസിൻ്റെ ഒരു നീണ്ട നേരം തന്നെയുണ്ട്. പക്ഷേ അതിനൊന്നുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അല്ലെങ്കിൽ നമ്മളെല്ലാം എനിക്ക് ആവക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഭയങ്കര ഗ്രാൻഡായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വരാനോ അങ്ങനെ വലിയ സെറ്റപ്പ് ആക്കാനോ ഒന്നും അധികം ആളുകളൊന്നുമില്ല. പിന്നെ അതൊരു സങ്കടമാണ്. സ്വന്തമായിട്ട് നമുക്ക് വീടില്ല ആഘോഷിക്കാൻ. നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ആഘോഷിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഇവിടെ നമുക്കിപ്പം എല്ലാത്തിനും കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആഘോഷിക്കണം എന്നുണ്ട്, എന്നാലും ചെറിയ രീതിയിലെങ്കിലും ഉള്ളവരൊക്കെ വെച്ചിട്ട് നമുക്ക് ആഘോഷിക്കണം എന്നായതുകൊണ്ട്. അപ്പോൾ അതൊക്കെയാണ് വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത്. എന്താ പറയുക,
ഭയങ്കര പാടാണ് ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ജോലി ചെയ്ത് സത്യം പറഞ്ഞാൽ ഇരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഇങ്ങനെ പണിയെടുക്കണം, കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കാണെങ്കിലും ഉണ്ട് കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് കിടക്കാനേ പറ്റണില്ലായിരുന്നു. എല്ലാവരും ചുറ്റിനുള്ളവരെല്ലാവരും പണിയെടുക്കണം, നമ്മൾ മാത്രം ഇങ്ങനെ കിടക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വിശേഷങ്ങൾ. ഇനി ആവക്കുട്ടിയെ കാണിക്കാം. ആവ് എൻ്റെ അടുക്ക് ആവ് കുറേ ദിവസം കൂടി ആവിൻ്റെ വണ്ടിയെ കയറി എൻ്റെ സന്തോഷത്തിലാണ്. അയ്യോ പിന്നെ വണ്ടിയെ കയറിയോ? വണ്ടി കിട്ടിയോ? കൊച്ചിൻ്റെ വണ്ടി കിട്ടിയോ? പിന്നെ ഫോണ് തരികയില്ല. അച്ചാച്ചൻ എന്തിയെ? അച്ചാച്ചാന്ന് വിളിച്ചേ, അച്ചാച്ചനെ വിളിച്ചേ. അച്ഛൻ വിളിക്കുന്നു. അച്ചാച്ചാ വിളിച്ച് അച്ചാച്ചാ. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം ജസ്റ്റ് അപ്പുറത്തേക്ക് പോയി. ഇനി കൊച്ചിനെ കാണിക്കണോ? അച്ചാച്ചാ. അപ്പം അതാണ് ആ കുട്ടിക്ക് അവളുടെ വണ്ടി തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം. അവിടെ ചെന്നിട്ട് അവളെ കാണിക്കാൻ അവൾ വഴക്കുണ്ടാക്കുന്നു. എന്നാടി പൊട്ടച്ചി, എന്നാടി പൊട്ടച്ചി, ഇന്നെ കാണിക്കാനുണ്ടാണോ? അമ്മ കൊച്ചു വിശേഷങ്ങളൊക്കെ പറയുമല്ലായിരുന്നു, അങ്കിളിൻ്റെ കാര്യമൊക്കെ പറയുമല്ലായിരുന്നോ? കൊച്ചു കണ്ടില്ലേ? കൊച്ചിനെ എടുക്കാൻ പറ്റുമോ അങ്കിളിന്? ഇല്ല. ഒരു ടീഷർട്ട് വലിച്ച് വണ്ടിയിലിട്ടേക്കാണ് കേട്ടോ. അച്ചാച്ചാ വരുമോ? സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഇൻട്രോയൊക്കെ നേരത്തെ എടുത്തു. ഞങ്ങൾ പള്ളിയിൽ പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇൻട്രോയൊക്കെ എടുത്തു. പക്ഷേ ആ വീഡിയോയുടെ ബാക്കി ശകലം പോലും എടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല, കാരണം അമ്മാതിരി മഴയായിരുന്നു. തിരിച്ച് ഞാനും ആ കുഞ്ഞും കൂടെ ഓട്ടോ വിളിച്ചു വന്നു അല്ലേ. അച്ഛ ബൈക്കിന് വന്നു, കാരണം ബൈക്ക് കൊണ്ട് പോയ സ്ഥിതിക്ക് ബൈക്ക് തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പറയൂ, വിശേഷങ്ങൾ പറയൂ. അവിടെ ഇരിക്കണമെന്നാണ് കാണിക്കുന്നത്. ഞാൻ കൊണ്ടുവന്ന ബാഗൊക്കെ അതേവിടെ അവിടെ ഇരിക്കും. ഇവളെ കാണിക്കാൻ ഇവളെന്നോട് വഴക്കുണ്ടാക്കുമായിരുന്നു. കാണാൻ പോയ പോക്കേ. ആവട്ടാ പറ. അങ്കിളിനെ കണ്ടു, അന്നക്കുട്ടിയെ കണ്ടു, ആയിച്ചേട്ടായെ കണ്ടു, മമ്മിയെ കണ്ടു, ആൻറ്റിയെ കണ്ടു. അതെല്ലാം ആ ചിരിക്കാത്തുണ്ട്. വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കി എടുത്തോണ്ടല്ലേ. ആണോ? പിടിക്കാതെ ഇരിക്കും, മുട്ടയെ കുത്തി നിൽക്കും അല്ലേ. ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ തന്നെ എണീറ്റ് നിൽക്കും, പിടിച്ചോണ്ട് തന്നെ എണീറ്റ് നിൽക്കും. അങ്ങനെയൊക്കെയാണ്. 10 മാസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആവക്കുട്ടിക്ക്. 2 മാസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ആവക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. പക്ഷേ നമുക്കുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ബർത്ത്ഡേ നമുക്ക് അത്രയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം 8 നോയമ്പിൻ്റെ സമയമാണ് കേട്ടോ. സെപ്റ്റംബർ മാസം അല്ലേ, സെപ്റ്റംബർ 7 വരെ നമുക്ക് നോയമ്പാണ്. 8-ാം തീയതി ആയിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോഴാണ് ഓർക്കണേ, ഡോക്ടറോട് 2 ദിവസം നേരത്തെ അല്ല 2 ദിവസം താമസിച്ച് പറയായിരുന്നു. എന്നത് 2-ാം തീയതി 2-ാം തീയതി ഞാൻ പറഞ്ഞേ. അപ്പോൾ വേണമെങ്കിൽ 5-ാം തീയതി എൻ്റെ പേര് 5-ാം തീയതി ആക്കാമെന്ന് പറഞ്ഞു. അപ്പം 5-ാം തീയതി പപ്പയുടെ ഇതായതുകൊണ്ട് അത് നമുക്ക് ഒട്ടും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഓക്കെ, അന്നേരം ഓർത്തില്ലേ നോയമ്പിൻ്റെ കേസൊന്നും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ആണ്. നേരത്തെ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കാണാം. അപ്പം അതാണ് ഞാനിപ്പോൾ ചിന്തിക്കുവാണ് നമുക്കങ്ങനെ, കാരണം 8 നോയമ്പായതുകൊണ്ട് പലരും എടുക്കും. അത് ഒട്ടുമിക്ക ആളുകളും ആ നോയമ്പ് എടുക്കും. അപ്പോൾ അവർക്കൊന്നും നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അതില്ലാതെ നമുക്കൊരു ആഘോഷവും ഇല്ലല്ലേ. ആഘോഷം ഇല്ലെന്നല്ല, അങ്ങനെയല്ല, എന്നാലും ഒരു ഇത്. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ആഘോഷിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോ വേറെന്താ അച്ചാച്ചാ വിശേഷം? വീട്ടിൽ പോയിട്ട് അച്ഛ വീട്ടിൽ പോയിട്ട് തന്നെ കണയങ്കൂര് പോയിട്ട് തന്നെ ഉണ്ട് വിശേഷം. കണയങ്കൂര് പോയിട്ട് തന്നെ ഉണ്ട് വിശേഷം. കൂട്ടുകാരൻ്റെ ഓടി പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നു, കാരണം ഇവിടെ ആരും ഇല്ലായിരുന്നു. എന്താണെങ്കിലും വരണം. പിന്നെ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോഴും മഴയായി, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ പോകാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയായതുകൊണ്ട് മാത്രം പോയതാണ്. കൂട്ടുകാരൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയായിരുന്നു. വരിക എന്നുള്ളതല്ല, അല്ലാതെ വേറൊന്നുമില്ല കേട്ടോ. തങ്ങിയില്ല.
ഞാൻ ഇച്ചിരി വ്ളോഗ് ചെയ്തിട്ടെന്ന്. 11:30 ആയപ്പോൾ പോയി, 4:30-5 മണിയായി തിരിച്ചു വന്നു. വന്നു. അത്രയും സമയമായോ? 11:30 ആയാല 11:00 തോന്നുന്നു അല്ലേ? 10:00 5:30. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. വീട്ടിൽ ചെന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കണ്ടൊന്നും 1-2 വീഡിയോ ഇട്ടല്ലേ നമ്മൾ ചെന്നു പറഞ്ഞിട്ട്, പിന്നെ ഇടയ്ക്കൊരു വീഡിയോ ഇട്ട്, അത്രേ ഉള്ളൂ. ആദ്യക്കൂട്ടനെ ഇട്ടിട്ട് പോകുന്നത് ഭയങ്കര സങ്കടം. അവൻ നമ്മളുള്ളപ്പോൾ അവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും ഇല്ലെങ്കിൽ അവൻ എല്ലാത്തിനും, അവൻ മമ്മീനെ പോലും അവൻ അടുപ്പിക്കില്ല. അവൻ എല്ലാത്തിനും വവ്വ അച്ചാച്ചൻ അപ്പിടിക്കാൻ പോകണം, വവ്വ വേണം, മുള്ളിക്ക് മൂത്രം ഒഴിക്കാൻ പോകണം, വവ്വ വേണം, ഉറങ്ങണം, വവ്വ ഉറക്കണം. പക്ഷെ അവൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡേ ഇല്ല അല്ലേ. അവൻ പോന്ന് പറയാം അതിങ്ങനെ. പക്ഷെ അത് അവൻ്റെ കുഞ്ഞു പ്രായം, അവനെ പിരിയുന്നത് ഭയങ്കര സങ്കടമാണ്. പിന്നെ അവൻ്റെ കുഞ്ഞിന് അത്ര അറിവായില്ലല്ലോ. അപ്പം അതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. നല്ല മനസ്സുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് നമ്മളൊരു ഇത്രയും പൈസയൊക്കെ മുടക്കി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ഫലിക്കണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ എഫക്റ്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം പൈസ നമുക്ക് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നല്ല നമ്മുടെ ഒരു അസുഖം മാറിക്കിട്ടാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ ഇതുവരെ നമ്മുടെ വീഡിയോയിലൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരാൾ 1-2 പേര് ചോദിച്ചു എന്താണ് കാര്യം ഒന്നും പറയാത്തത്. നമ്മൾ അവരുടെ വീഡിയോ കാണുന്നവരായിരിക്കും, എന്തായാലും അവരുടെ വീഡിയോ കാണുന്നവരാണ് നമ്മുടെ വീഡിയോ കാണുന്നവരുള്ളതെന്ന് എനിക്ക് തോന്നുന്നുട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. അയ്യോ സോറി, എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് സ്ലിപ്പായതാണ്, താഴെ വീണില്ല. അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. വന്നു കഴിഞ്ഞിട്ട് 2-3 വട്ടം വീട്ടിൽ വിളിച്ചു. സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാവരും കുഴപ്പമൊന്നുമില്ല. എല്ലായിടത്തും മഴ എന്നുള്ളൊരു പ്രശ്നമുണ്ട്, വേറൊന്നുമില്ല. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ആ ഡ്രസ്സിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാളെയോ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.